Good afternoon. Okay, good afternoon. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്, എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാളൊക്കെ? എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചാൽ ഇത് എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാള്? Good afternoon, ma'am. Good afternoon. സൂപ്പർ ആയിരുന്നു അല്ലേ? ഓക്കെ, നന്നായിട്ട് ആഘോഷിച്ചു അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ക്വാളിറ്റി അഷ്വറൻസിന്റെ നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്? ഫാർമസി വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഫാർമസി വരെയാണ് പറഞ്ഞു നിർത്തിയത്. എല്ലാവരും അതുവരെ വായിച്ചിരുന്നോ? വായിച്ചോ എല്ലാവരും? അത്രയും ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിരുന്നോ? എന്താണ് ആർക്കൊരു ഉഷാറില്ലാതെ എന്ത് പറ്റി? വായിച്ചിരുന്നു അല്ലെ? ഓക്കെ, അപ്പോ നമുക്ക് അതിന്റെ നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. എല്ലാവരും ക്ലാസ്സിൽ കുട്ടികൾ കുറവാണല്ലോ, എന്ത് പറ്റി? എല്ലാവരും 32 പേരേ ഉള്ളൂ ക്ലാസ്സിൽ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ ഓൾമേറ്റ് കൊടുക്കാണേ. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കയറിയത് വേറെ ആയിട്ടല്ല, ചൊവ്വാഴ്ചത്തെ എന്റെ ക്ലാസ് സോളിമിസ് ആണ് എനിക്ക് എടുത്ത് തന്നത്. ഞാൻ ലീവ് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ സോളിമിസിന്റെ അവരെ ഞാൻ കോമ്പൻസേറ്റ് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കയറിയത്. ഓക്കെ, അപ്പൊ നമ്മള് ക്വാളിറ്റി അഷ്വറൻസിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റും 32 ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അഥവാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ നമ്മൾ കണ്ടിരുന്നു. അതിൽ പിന്നീട് നമ്മൾ കണ്ടത് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഫാർമസി വരെയുള്ളത് ഡീറ്റെയിൽസ് കാണാനില്ലേ? അയ്യോ, ഓക്കെ, ഒരു മിനിറ്റ് ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ കാണുന്നില്ല? നോക്കി, ഇപ്പൊ കാണുന്നില്ലേ? ശരി, വന്നു. അപ്പൊ നമ്മള് ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നോക്കാം. അടുത്തത് 7ാമത്തേതാണ് ഫ്രണ്ട് ഓഫീസ്. എന്താണ് ഫ്രണ്ട് ഓഫീസ് കേട്ടോ? ഫ്രണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ എന്താണ്? ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ഇതാണ് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. അതായത് ഔട്ട് പേഷ്യൻസുകളുടെ സംതൃപ്തി സൂചിക. അതൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ അവിടെ പറയാത്തൊരു പോയിന്റ് ആണ് കേട്ടോ. എന്താണ് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്? അതായത് ഔട്ട് പേഷ്യൻസിന്റെ
സംതൃപ്തി സൂചിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്ന അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആ ഒരു പരിചരണത്തിൽ അവർ എത്രത്തോളം സംതൃപ്തരാണ്, എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നതിനെ പറ്റിയുള്ള ഒരു സൂചിക. ഇതാണ് ഫ്രണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്നാമത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. ഇതാണ് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. ഇനി ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് സമയം അല്ലെ, വെയിറ്റിംഗ് ടൈം ആണ് അല്ലെ. ഒരു ഡോക്ടറിനെ നമ്മുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് അദ്ദേഹത്തിനെ കാണാൻ എടുക്കുന്ന ആ ഒരു സമയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഒരുപാട് സമയം വെയിറ്റിംഗ് ടൈം വരിക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ശരാശരി എങ്ങനെയാണ് ഒരു പൊതുവെ രോഗികൾക്ക് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് എത്ര സമയം അവർക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നത്, അതും എന്താണ് ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ക്ലിയർ ആയോ? അപ്പൊ ഫ്രണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഔട്ട് പേഷ്യന്റ് ചാപ്റ്റർ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. രണ്ടാമത്തത് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് സമയം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ക്വാളിറ്റി അഷ്വറൻസ്. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. ഇംഗ്ലീഷ് ഇപ്പോഴാണോ ക്ലാസ്സിൽ കയറുന്നത്? ആണോ? നോക്കി സ്ക്രീനിൽ നോക്കി, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. നെക്സ്റ്റ് ആണ് MRD. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ ഏതൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ നോക്കട്ടെ. ഫസ്റ്റ് വൺ നോക്കി, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. അതാണ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. കേട്ടോ, ഡിസ്ചാർജ് സമ്മറി ഇല്ലാതെ അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്തൊക്കെ കണ്ടന്റുകളാണ് അതിനകത്ത് വേണ്ടതെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഡിസ്ചാർജ് സമ്മറി കൂടാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. പിന്നെന്താണ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. അതാണ് ICD കോഡിംഗ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ, കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് പറഞ്ഞില്ലേ. ICD എന്താണ്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് അല്ലെ. ഈ പറയുന്ന അസുഖങ്ങളെ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളെ, നടപടിക്രമങ്ങളെ നമ്മളൊരു ആൽഫാ ന്യൂമറിക് കോഡ് ഉപയോഗിച്ച് എന്ത് ചെയ്തിരിക്കണം, മെഡിക്കൽ റെക്കോർഡ്സ് കോഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, ആ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ പറയുന്ന ICD കോഡിംഗ് ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം, അതും എന്താണ് ഒരു ഇൻഡിക്കേറ്റർ. എന്താണ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ICD കോഡിംഗ് ഇല്ലാതെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. അടുത്തത്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് imperfect or improper consent. അതാണ് percentage of medical records having imperfect or improper consent. അതായത് ശരി ഈ പറയുന്ന ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെ, കംപ്ലീറ്റ് അല്ലാത്ത അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ കൺസെന്റ് ഇല്ലാത്ത, രോഗികളുടെ ശരിയായ സമ്മതമില്ലാതെയുള്ള, അങ്ങനെ ശരിയായിട്ടുള്ള കൺസെന്റ്, കൃത്യമായിട്ടുള്ള കൺസെന്റ് ഡോക്യുമെന്റേഷൻ ഒന്നും ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. ഓക്കെ, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. പിന്നെന്താണ്, പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സ്, മിസ്സായിട്ടുള്ള റെക്കോർഡുകളുടെ ശതമാനം. ഇതെല്ലാം എന്താണ്, മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ടത്. സോ MRD ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സ്, മിസ്സിംഗ് റെക്കോർഡുകളുടെ ശതമാനം. അടുത്തത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. കേട്ടോ, അടുത്തതാണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. അത് നമ്മൾ പഠിക്കാത്ത ഒരു പോയിന്റ് ആണ് കേട്ടോ, അതൊന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു വെക്കാം. BOR എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത് കേട്ടോ. എന്താണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് വെക്കാം.
The bed occupancy rate അഥവാ BOR എന്ന് പറഞ്ഞാൽ it is a measure of the utilization of the available bed capacity in a hospital. എന്താണ് പറയുന്നത്? അതായത് ഒരു ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള കിടക്കുകൾ എത്ര കിടക്കുകളിൽ ഓക്യുപ്പൈഡ് ആണ്, അതായത് ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള ബെഡ്സിനകത്ത് എത്ര ബെഡ്സുകൾ നിലവിൽ ഓക്യുപ്പൈഡ് ആണ്, എത്ര ബെഡ്സിൽ വാഷ് പേഷ്യൻസ് ഉണ്ട് ഓക്യുപ്പൈഡ് ആണ് എന്നതിന്റെ ആ ഒരു അളവാണിത് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പൊ ഒരു ഹോസ്പിറ്റലിനകത്ത് ഇപ്പോ എന്താണ് എത്ര ബെഡുകൾ ഉണ്ട്, അവൈലബിൾ ആയിട്ടുള്ള ബെഡ്സിനകത്ത് എത്ര എണ്ണത്തിൽ ആളുകൾ ഓക്യുപ്പൈഡ് ആണ് എന്നതിന്റെ ആ ഒരു അളവാണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഇറ്റ് ഡൊണേറ്റ്സ് ദ പെർസെന്റേജ് ഓഫ് ബെഡ്സ് occupied by the patients in a defined period of time, normally a year. ഇത് വന്നിട്ട് ഈ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവ്, സാധാരണ ഒരു വർഷമാണ് അവർ പറയുന്നത്, നോർമലി ഇയർ ആണ് പറയുന്നത്. ഒരു വർഷത്തിൽ സാധാരണയായിട്ട് പേഷ്യൻസ് എത്രത്തോളം ബെഡ്സുകൾ ഓക്യുപ്പൈഡ് ആണ് എന്ന ആവശ്യതമാനം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെ, കാരണം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം പേഷ്യൻസ് അവിടെ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എത്ര ആളുകൾ അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, എത്രത്തോളം സമയത്തോളം അവരവിടെ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര നാളുകൾ അവർ സ്റ്റേ ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ കൂടുതൽ ബെഡുകളുടെ ആവശ്യകതകൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അതിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ ബെഡ് കപ്പാസിറ്റി ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ലഭ്യമായിട്ടുള്ള കിടക്കുകളിൽ എത്ര കിടക്കുകൾ അതിന്റെ ഓക്യുപ്പൈഡ് ആയിട്ടുള്ളത് കേട്ടോ, എന്ന് വെച്ചാൽ അതില് ലഭ്യമായിട്ടുള്ള കിടക്കുകളില് ഉപയോഗത്തിന്റെ എന്താ കിടക്കുകളുടെ ഉപയോഗത്തിന്റെ അളവ് കൊണ്ട് കേട്ടോ, അതിനെയാണ് നമ്മൾ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? അടുത്തത് ഇനി അടുത്താണ് ലെങ്ത് ഓഫ് സ്റ്റേ. LOS, ലെങ്ത് ഓഫ് സ്റ്റേ. എന്താണ് ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞാല് പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് പറയുന്ന താമസത്തിന്റെ ദൈർഘ്യം അല്ലെ? അതായത് ഈ പറയുന്ന രോഗികൾ അവരുടെ പരിചരണത്തിന്റെ ഭാഗമായിട്ട് എത്ര നാളുകളോളം അവർ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്, അതും എന്താണ് ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് മോർട്ടാലിറ്റി റേറ്റ്? എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് റേറ്റ് ആണ് കേട്ടോ, മരണനിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നിശ്ചിത കാലയളവില് ഒരു എന്താ പറയുക ഒരു സ്പെസിഫൈഡ് പോപ്പുലേഷനില് നടക്കുന്ന മരണങ്ങളുടെ ആകെ നിരക്ക്. കറക്റ്റ് ആണ് കേട്ടോ മച്ചിട്ട, മരണനിരക്ക് അത് തന്നെ കേട്ടോ. എന്താണ് മോർട്ടാലിറ്റി? ഡെത്ത് റേറ്റ് തന്നെയാണ്. അതായത് ഒരു നിശ്ചിത കാലയളവ്, ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമില് ഒരു നിശ്ചിത പോപ്പുലേഷനകത്ത് സംഭവിക്കുന്ന ആകെ മരണങ്ങളുടെ എണ്ണം, അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അതും എന്താണ് ഒരു പ്രധാനപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാല് ആനുപാതിക പ്രസവ മരണ നിരക്കാണ് അല്ലെ? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ് വെച്ചാൽ ആനുപാതിക പ്രസവ മരണനിരക്കാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? മാതൃമരണ നിരക്ക് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അതാണ് കുറച്ചുകൂടെ നല്ലത്. ആനുപാതിക മാതൃമരണ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം നമ്മൾക്കൊരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15 വയസ്സ് തൊട്ടൊരു 49 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതൊരു റീപ്രൊഡക്റ്റീവ് ഏജ് ആണ് അല്ലെ? അപ്പൊ ആ ഒരു ടൈമില് മരണപ്പെടുന്ന ആകെ സ്ത്രീകളില് എത്ര സ്ത്രീകൾ പ്രസവം മൂലം മരണപ്പെടുന്നുണ്ട് അതാണ് അവിടെ എടുക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു സ്ത്രീകളുടെ ആ ഒരു ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഏജ് ഒരു 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയൊക്കെയാണ് സാധാരണ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടൈമില് മരണപ്പെടുന്ന ആകെ സ്ത്രീകളില് എത്ര സ്ത്രീകളാണ് പ്രസവം മൂലം മരണപ്പെടുന്നത്? മെറ്റേണൽ അല്ലെ? പ്രസവം മൂലം മരണപ്പെടുന്നത് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ മരണപ്പെടുന്നവരുണ്ടായിരിക്കാം. അതുപോലെ തന്നെ
ഓക്കെ. അപ്പോ ക്ലിയർ ആയിരുന്നു നിങ്ങൾക്ക് പറഞ്ഞത്. പ്രഗ്നൻസി ടൈമിൽ മരണപ്പെടുന്ന സ്ത്രീകളുണ്ടായിരിക്കും, പ്രസവത്തിന് മരിക്കുന്ന സ്ത്രീകളുണ്ട്, ചിലവര് പോസ്റ്റ് പാർട്ടം പീരീഡിൽ മരണപ്പെടുന്ന സ്ത്രീകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതൊക്കെയാണ് മെറ്റേണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. മെറ്റേണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മരണങ്ങൾ. ക്ലിയർ ആയി നിങ്ങൾക്ക് പറഞ്ഞത്. അതായത് 15 മുതൽ റീപ്രൊഡക്റ്റീവ് ഏജിൽ മരണപ്പെടുന്ന ആകെ സ്ത്രീകളുണ്ട്. എത്ര സ്ത്രീകൾ പ്രസവം മൂലം, പ്രസവത്തെ തുടർന്ന് മരണപ്പെടുന്നുണ്ട്? ഓക്കെ, അതിന്റെ ഒരു നിരക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പ്രസവം മാത്രമല്ല, പ്രഗ്നൻസി ടൈമിൽ മരിക്കുന്നത്, പ്രസവത്തെ തുടർന്ന് മരിക്കുന്നത്, പോസ്റ്റ് പാർട്ടം പീരീഡിൽ മരണപ്പെടുന്നത് ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അടുത്തതാണ് പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതാണ് പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതായത് ആനുപാതിക ശിശുമരണ നിരക്ക്. ഇതാണ് ആനുപാതിക ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാല് സാധാരണ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശിശുമരണ നിരക്ക് പ്രൊപ്പോർഷൻ പോലെ. ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1000 ലൈവ് ബർത്തിനകത്ത്, 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനകത്ത് 1 വയസ്സിന് മുന്നേ, അതായത് 1 വയസ്സിന് മുന്നേ തന്നെ മരണപ്പെടുന്ന ആ ഒരു കുഞ്ഞുങ്ങളുടെ ശിശുമരണം, ഓക്കെ, അതിന്റെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഞാൻ പറഞ്ഞ പ്രൊപ്പോർഷണൽ വിട്ടിട്ട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞിട്ട് ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ലൈവ് ബർത്തിനാണ് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് 1 വയസ്സിന് മുന്നേ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളിലെ ശിശുക്കള്, അതെ, ആ ഒരു നിരക്കാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ആകെ നടക്കുന്ന മരണത്തിൽ എത്ര ശിശുക്കൾ മരണപ്പെടും. ക്ലിയർ ആയോ പറഞ്ഞത്? ആകെ നടക്കുന്ന, ഞാൻ പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ ആകെ നടക്കുന്ന മരണങ്ങൾക്ക്, ഓക്കെ, അതിനകത്ത് ശിശു മരണങ്ങൾ എത്ര എണ്ണം നടക്കുന്നത്, 1 വയസ്സിന് താഴെ മരണപ്പെടുന്ന ആ കുഞ്ഞുങ്ങളുടെ ആ നിരക്ക്, ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഏജിൽ മരണപ്പെടുന്ന സ്ത്രീകളുടെ, ഒരു 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജിൽ മരണപ്പെടുന്ന ആകെ സ്ത്രീകളില് എത്ര സ്ത്രീകൾ പ്രസവത്തെ തുടർന്ന് മരണപ്പെടുന്നുണ്ട്. പ്രഗ്നൻസി ടൈമിൽ മരണപ്പെടുന്നവരുണ്ട് അല്ലെ, അതുപോലെ പ്രസവം കഴിഞ്ഞ് മരണപ്പെടുന്നവരുണ്ട്, പോസ്റ്റ് പാർട്ടം പീരീഡിൽ മരണപ്പെടുന്നവരുണ്ട്. അതിന്റെ നിരക്കാണ് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 9ാമത്തേത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ആനുപാതിക ശിശുമരണ നിരക്ക്. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയുമാണ് നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ ഇതൊക്കെയാണ്. ഓക്കെ, അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ പോകുകയാണ്. 9ാമത്തെ HRM. എന്താണ് HRM? HRM എന്താണ്? ക്വാളിറ്റി, എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. HRM എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ബ്രാക്കറ്റില് പെർസെന്റേജ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, പെർസെന്റേജ് ഓഫ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. അതായത് തൊഴിലാളികളുടെ, അവിടുത്തെ ജീവനക്കാരുടെ സംതൃപ്തി സൂചിക, അല്ലെങ്കിൽ ജീവനക്കാരുടെ സംതൃപ്തിയുടെ ശതമാനം, പെർസെന്റേജ് അല്ലെ. കാര്യം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, പ്രധാനപ്പെട്ട റിസോഴ്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവിടെ ഈ പറയുന്ന എംപ്ലോയീസിന്റെ ആ ഒരു സംതൃപ്തി സൂചിക, അവർ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആണോ അവിടുത്തെ ജോലിയില്, അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കിംഗ് കണ്ടീഷനിൽ അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നതിന്റെ ശതമാനം, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. രണ്ടാമത്തത് എംപ്ലോയി അട്രീഷൻ റേറ്റ്. എന്താണ് പറയുന്നത്? അട്രീഷൻ റേറ്റ്. അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോവാം എന്ന് പറഞ്ഞാൽ ജോലി മതിയാക്കി, ജോലി വേണ്ടെന്നൊക്കെ വെച്ച് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ലേ, മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതായത് ഇപ്പം ജോലി തൊഴിൽ സാഹചര്യം സുഖമല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിലുള്ള ഒരു സാലറി ഇല്ലാത്തത് കൊണ്ട്, മറ്റെന്തെങ്കിലും പ്രോബ്ലം കാരണം കൊണ്ട് ജോലി മതിയാക്കിയിട്ട് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്റ്റാഫുകൾ ഉണ്ടാകുന്ന എംപ്ലോയീസ് ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളതിന്റെ നിരക്ക്, അതാണ് അവിടെ പറയുന്നത്. എംപ്ലോയി അട്രീഷൻ റേറ്റ്. അട്രീഷൻ എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോക്ക്, ജോലി മതിയാക്കി വേണ്ടാന്ന് വെച്ച് പോകുന്ന ആളുകളുടെ എംപ്ലോയീസിന്റെ റേറ്റ്, നിരക്ക്. ഓക്കെ, അടുത്തതാണ് എംപ്ലോയി ആബ്സെന്റീസം റേറ്റ്. അതാണ് എംപ്ലോയി ആബ്സെന്റീസം റേറ്റ് എന്ന് പറഞ്ഞാൽ ഹാജരാകാതിരിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, ആ രീതിയിൽ ആബ്സെന്റ് ആകുന്ന, ഹാജരാകാതിരിക്കുന്ന തൊഴിലാളികളുടെ, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ റേറ്റ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ 4ാമത്തത്, ഇതൊക്കെ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. 4ാമത്തെ എന്താണ്? പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ്
who are informed of employee rights, responsibilities and welfare schemes. അതാണ് പറയുന്നത് പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ഹു ആർ ഇൻഫോംഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീംസ്. അതായത് എംപ്ലോയീസിന്റെ റൈറ്റ്സ് അല്ലെ, ജീവനക്കാരുടെ അവകാശങ്ങൾ, അതുപോലെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വെൽഫെയർ സ്കീംസുകൾ അല്ലെ, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, സ്കീമുകളൊക്കെ ഉണ്ടാവും. അതിനെ പറ്റിയിട്ട് ശരിയായിട്ടുള്ള അറിവുകളുള്ള ജീവനക്കാരുടെ ശതമാനം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലിക്ക് കയറുന്ന സമയത്ത് ഒരു ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെന്നും ആ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നതും അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ചില ആളുകൾ ജോലി ചെയ്യും, പക്ഷെ അത് ചെയ്യുന്ന ജോലിയുടെ ആ ഒരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കാതെ പെരുമാറുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. ചില ആളുകൾ എന്താണ് വളരെ അവർക്കുള്ള അവകാശങ്ങളെ പറ്റി അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി, അതുപോലെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ തരേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള അവബോധമുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്റ്റാഫുകൾ പറയുന്നത് കമ്മിറ്റഡ് ആയിരിക്കും, കൂടുതൽ പ്രതിജ്ഞാബദ്ധരായിട്ട് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വളരെ എന്താ പറയാ പ്രൊഫിഷ്യൻസി ഉള്ള ആളുകളായിരിക്കും അത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകളുടെ അതിന്റെ എംപ്ലോയീസിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? Percentage of employees who are informed of employee rights, responsibilities and welfare schemes. Welfare schemes എന്ന് വെച്ചാൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളെ പറ്റിയിട്ട് അല്ലെ, ഒരു എംപ്ലോയർ, തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് നൽകേണ്ട ചില വെൽഫെയർ സ്കീംസിനെ പറ്റിയിട്ട് അറിവുള്ള ജീവനക്കാരും അതിനകത്തുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരുടെയൊക്കെ ശതമാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫിഫ്ത് പോയിന്റ് ഇതാണ്. Percentage of staff provided pre-exposure prophylaxis. എന്താണ് പറയുന്നത്? Percentage of staff provided pre-exposure prophylaxis. നമ്മൾ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. പ്രോഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രതിരോധമാണ് അല്ലെ. പ്രതിരോധത്തിനെയാണ് നമ്മൾ പ്രോഫൈലാക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ പൊതുവേ നമ്മള് ഇപ്പൊ പേഷ്യൻസ് ആയിട്ട് ഇടപെടുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യം ഹോസ്പിറ്റലാണ്, അപ്പൊ ഒത്തിരിയേറെ പേഷ്യൻസ് വരുന്ന ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോ അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ മുൻകൂട്ടി എടുത്തിട്ടുള്ള ഈ പറയുന്ന ജീവനക്കാരുടെ ശതമാനം അല്ലെ. കാര്യം ഇങ്ങനെയുള്ള സ്റ്റാഫുകള് അവരെന്താണ്, അവരിടപെടുന്നത് ഈ പറയുന്ന പേഷ്യൻസ് ആയിട്ട് ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് അവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ എന്ത് വേണം? അതിനനുസരിച്ചിട്ടുള്ള പ്രതിരോധം എടുത്തിട്ടുള്ള, പ്രതിരോധം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ എടുക്കാം? മെഡിക്കൽ സേഫ്റ്റി കിറ്റുകൾ ധരിക്കാം അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കാം, ഹാൻഡ് ഹൈജീൻ അവിടെ പാലിക്കാം അല്ലെ, കൈ ശുചിത്വം പാലിക്കാം, അതുപോലെ മറ്റെന്തെങ്കിലും ഗ്ലൗസുകൾ ധരിക്കാം. അങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന ഒരു ഇൻഫെക്ഷനെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് എന്താ പറയാ ഈ പറയുന്ന പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം. പ്രത്യേകം പറയുന്നുണ്ട് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ആണ്. അതായത് ആളുകളുമായിട്ട് ഇടപെടുന്നതിന് മുമ്പ് പ്രതിരോധിക്കാനായിട്ട് മുന്നേ തന്നെ മുന്നോടിയായിട്ട് തന്നെ പ്രതിരോധ നടപടികൾ എടുത്തിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയ പറഞ്ഞത്? ഇത്രയാണ് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ. ഇതൊക്കെയാണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, എംപ്ലോയി അപ്രീഷിയേഷൻ റേറ്റ്, എംപ്ലോയി ആബ്സെന്റീസം റേറ്റ്, പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ഹു ആർ ഇൻഫോംഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീംസ്, then percentage of staff provided pre-exposure prophylaxis. Okay, clear. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നോക്കാം. ഡിസ്ചാർജ് സമ്മറി കേട്ടോ. ഡിസ്ചാർജ് പ്രോസസ് അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 പോയിന്റുകൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഏതൊക്കെയാണ്? രണ്ടല്ല, ഒരു പോയിന്റ് ഉള്ളൂ കേട്ടോ. ഏതാണ്? ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ്. ഇതാണ് ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് എടുക്കുന്ന ടൈം. ഡിസ്ചാർജിന് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ അവർക്ക് ഫോർമലി ഒരു ഡിസ്ചാർജ് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്ന സമയം തൊട്ട് ആ ഒരു ഹോസ്പിറ്റൽ അവർ വിട്ടുപോകുന്ന വരെയുള്ള സമയം കേട്ടോ. അതാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എപ്പോ തൊട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ഒരു ഡോക്ടർ രോഗിക്ക് ഡിസ്ചാർജ് ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു അനുവാദം കൊടുക്കുന്ന സമയം തൊട്ട്, ഒരു ഫോർമൽ അപ്രൂവൽ കൊടുക്കുന്ന സമയം തൊട്ട് ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വിട്ടുപോകുന്നത് വരെയുള്ള ടൈം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജിന് എടുക്കുന്ന സമയം. അല്ലാതെ അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെ എടുക്കുന്ന സമയമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡിസ്ചാർജിന് ഫോർമൽ അപ്രൂവൽ ഡോക്ടർ കൊടുക്കുന്ന സമയം തൊട്ട് ആ ഒരു ഓർഗനൈസേഷൻ ഒരു ഹോസ്പിറ്റലിൽ അത് വിട്ടുപോകുന്ന സമയം വരെയുള്ള ടൈമാണ് കേട്ടോ. ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ്. അടുത്തത് കേട്ടോ, ഏറ്റവും ഒടുവിലത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം കേട്ടോ. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം പ്രാക്ടിക്കൽ കൊടുത്തിട്ടുണ്ട്. ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ഓർ ജനറൽ എക്യുപ്മെന്റ്. അതായത് എന്താണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഡൗൺ ടൈം ബ്രേക്ക് ഡൗൺ ആവാം പറഞ്ഞാൽ എന്താണ്? പണി അവസാനിപ്പിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? പ്രവർത്തനം നിലച്ചു പോകുന്ന ഒരവസ്ഥ. അതാണല്ലോ ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു ഫിക്സ് എൻ എക്യുപ്മെന്റ് ആണ് കേട്ടോ. ടൈം ടേക്കൺ ടു ഫിക്സ് ഒരു എക്യുപ്മെന്റ് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം. ദാറ്റ് ഹാസ് മാൽ ഫങ്ഷൻ. അതായത് ഈ പറയുന്ന പോലെ ഉപയോഗശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ പ്രവർത്തനം നിലച്ചു പോയിട്ടുള്ള ഉപകരണങ്ങളെ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിലെ ഫിക്സ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം. അതാണ് നമ്മൾ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറയുന്നത് കേട്ടോ. ക്രിട്ടിക്കൽ ടൈം. പിന്നെ അതിന് തന്നെ വേറൊരു വെർഷനിൽ നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ കൂടെ ചിന്തിക്കണം. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒരു എക്യുപ്മെന്റ് കേടായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഫിക്സ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിന് വേറൊരു വെർഷൻ ഉണ്ട്. ഈ ഫിക്സ് ചെയ്യാൻ എടുക്കുന്ന സമയം, റിപ്പയർ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാല് ആ എക്യുപ്മെന്റ് എന്തിന് നമുക്ക് അവൈലബിൾ അല്ല, നമ്മളുടെ പ്രവർത്തനത്തിന് ആ സമയത്ത് ആ എക്യുപ്മെന്റ് അവൈലബിൾ അല്ല. ഇല്ല, അതല്ലേ എന്റെ അർത്ഥം. കേടായ സംഭവമാണ് ഫിക്സ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും. ആ സമയത്ത് എന്താണ് നമുക്ക് ആവശ്യമുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അത് നമ്മുടെ ആവശ്യ സമയത്ത് നമുക്ക് നമ്മുടെ കൈകളിൽ ഇല്ല, അല്ലെ? അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പൊ ആ രീതിയിലും കൂടെ നിങ്ങൾ എടുക്കണം. എന്ന് പറഞ്ഞാല് ഒരു എക്യുപ്മെന്റ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ആണ്, ഏറ്റവും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു എക്യുപ്മെന്റ് നമുക്ക് ലഭ്യമല്ലാതിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറയുന്നത്. അതിനെ മനസ്സിലായോ? അതായത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അതിപ്പോ ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ആയിക്കോട്ടെ, ഏത് ജനറൽ എക്യുപ്മെന്റ് അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ആ എക്യുപ്മെന്റ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ലഭ്യമാകാതിരിക്കുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ കേടായി ഫിക്സ് ചെയ്യാനായിട്ട് കൊണ്ടുവയ്ക്കണം. ഫിക്സിങ്ങിന് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാല് നമ്മളുടെ ആവശ്യത്തിന് ആ ഒരു എക്യുപ്മെന്റ് അവിടെ നമുക്ക് അവൈലബിൾ അല്ല. അതന്നെ എന്റെ അർത്ഥം, അവൈലബിൾ അല്ലാതിരിക്കുന്ന സമയം കേട്ടോ. അങ്ങനെയും കൂടെ ചിന്തിക്കണേ. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം കേട്ടോ. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ആണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആവശ്യമുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അത് ബ്രേക്ക് ഡൗൺ ആവുന്ന, അത് കേടാവുന്ന സമയം, അത് ലഭ്യമല്ലാതിരിക്കുന്ന സമയം. ദാറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ കേട്ടോ. എല്ലാ എക്യുപ്മെന്റും അതിനകത്ത് പെടും കേട്ടോ. ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സും പെടുന്നുണ്ട്, സാധാരണ ജനറൽ എക്യുപ്മെന്റ്സുകൾ അതിനകത്ത് ഉൾപ്പെടുന്നു. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. എന്താണ് പറയുന്നത്? എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. അടുത്തൊരു കൊടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ജനറൽ എക്യുപ്മെന്റ് എക്സെട്ര കേട്ടോ. അതായത് നമ്മൾ എത്രത്തോളം എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, ആ ഉപയോഗത്തിന്റെ നിരക്കാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലായിക്കോട്ടെ, ഇന്റൻസീവ് കെയർ യൂണിറ്റിലായിക്കോട്ടെ, അങ്ങനെയുള്ള ഈ പറയുന്ന എല്ലാ എക്യുപ്മെന്റിലും നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, എത്രത്തോളം അവിടെ പ്രവർത്തനക്ഷമമാക്കുന്നുണ്ട് എന്നതിന്റെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നതിന്റെ നിരക്കാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ നമ്മൾ പരിചയപ്പെട്ടു, ജനറൽ ആയിട്ട് പരിചയപ്പെട്ടു. അതുകൂടാതെ ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ നമ്മൾ കണ്ടു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? അടുത്തത് കേട്ടോ, ഇനി കുറച്ച് ചെറിയൊരു പോർഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. അടുത്തത് നോക്കുക. അത് സുഹൈനയെ കണ്ടില്ലല്ലോ, സുഹൈനയെ കണ്ടില്ലല്ലോ, ലീവാണോ ആള്? ഓക്കെ, അടുത്ത നോക്കുക. എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ദ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യുന്നതിനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെ എലിജിബിലിറ്റി വേണം നമ്മളൊരു അക്രഡിറ്റേഷൻ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ? നമ്മളല്ല, ഹോസ്പിറ്റൽ. ഓക്കെ, ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ട എലിജിബിലിറ്റി എന്താണ് കേട്ടോ, യോഗ്യത എന്താണെന്നുള്ളതാണ്. അവിടെ ഉണ്ട്. അപ്പൊ എന്താണ്? ഇന്ത്യയൊന്നുമില്ല, എന്താണ്? ഇടയ്ക്കൊരു മെസ്സേജ് ഒക്കെ കാണുകയാണ്.
ഓക്കെ, നമ്മുടെ രക്ഷിതാട്ടോ. അപ്പോൾ എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ദ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്താണ്, യോഗ്യത എന്താണെന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെന്റ്സ്. കേട്ടോ, അപ്പൊ സാധാരണയായിട്ട് ചില കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കണം, ചില കാര്യങ്ങൾ വേണം, എലിജിബിൾ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ ഇത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, currently in operation as a health care provider, it should be above 50 beds, since hospitals below 50 beds will come under the SHCO standards. ഇത് നമ്മൾ പഠിച്ചതാണ്, NABH നമ്മൾ പഠിച്ചു. കാരണം NABH ഹോസ്പിറ്റലിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന് ഈ പറയുന്ന HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അല്ലെ, നമ്മൾ പഠിച്ചില്ലേ, ഏതാണ്? മോർ ദാൻ 50 ബെഡ്സ് അല്ലെ, 50 ബെഡിൽ കൂടുതലുള്ളത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നും 50 ബെഡിൽ കുറവുള്ള ഹോസ്പിറ്റലുകളെ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നും പറഞ്ഞ് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പറഞ്ഞില്ലേ നമ്മളത് NABH പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞൊരു കാര്യമാണത്, ഓർമ്മയുണ്ട് നിങ്ങൾക്കത്? NABH mainly divides hospital into main divisions. HCO എന്താണ്? 50 ബെഡിൽ കുറവുള്ളത് അല്ലെ. HCO ആണെങ്കിൽ മോർ ദാൻ 50 ബെഡ്സ് ആണ്. ഇവിടെ എന്താ പറയുന്നത്? 50 ബെഡിൽ താഴെയുള്ള 50 ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അത് HCO സ്റ്റാൻഡേർഡുകൾ വേണം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതേസമയം എന്താണ്? ബിലോ 50 ബെഡ്സ് ആണെങ്കിൽ ഇറ്റ് വിൽ കം അണ്ടർ SHCO സ്റ്റാൻഡേർഡ്സ്. അതേസമയം 50 ബെഡുകളിൽ കുറവുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് ഏത് സ്റ്റാൻഡേർഡ് ആണ് അത് ഫോളോ ചെയ്യുന്നത്? SHCO സ്റ്റാൻഡേർഡ് ആണ്, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡുകളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? NABH അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ 50 ബെഡിൽ കുറവുള്ള ഹോസ്പിറ്റൽ ആണെന്ന് ഇരിക്കട്ടെ, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യണം? അത് SHCO സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യും. ഇനി 50 ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിലോ അവർ HCO സ്റ്റാൻഡേർഡുകളാണ് ഫോളോ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു കൃത്യമായിട്ട് രണ്ടും സെപ്പറേറ്റ് സ്റ്റാൻഡേർഡുകളായിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടിനും വ്യത്യസ്തങ്ങളായ സ്റ്റാൻഡേർഡുകളായിരിക്കും. ആ സ്റ്റാൻഡേർഡുകൾ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എലിജിബിൾ ആണ്, അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ. അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ക്ലിയർ? അടുത്തത് രണ്ടാമത്തെ നോക്കിക്കേ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? The hospital has the minimum volume of patients which will evaluate the quality of care given to the patients, which is presently 30%. ഇതാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റി അല്ല, അതിന്റെ ഒരു ഗുണമേന്മ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് കുറഞ്ഞത് ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് ഒരു ഹോസ്പിറ്റലിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അതാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി കെയർ, നമുക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം, ഗുണമേന്മ നമുക്ക് വിലയിരുത്തണം. അപ്പൊ അതിനായിട്ടൊരു മിനിമം വോളിയം എങ്കിലും പേഷ്യൻസ് എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി കെയർ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതെന്ന് പറയുന്നത് എത്രയാണ്? വിച്ച് ഈസ് പ്രസന്റ്ലി 30%. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു 30% വോളിയം ഓഫ് പേഷ്യൻസ് എങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറയുന്ന അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആളുകൾ വരാതിരിക്കുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനൊന്നും അക്രഡിറ്റേഷന് പോകാൻ പറ്റില്ല. അപ്പൊ രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം മെഷർ ചെയ്യുന്നതിനായിട്ട് ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് ഉണ്ടായിരിക്കണം. നിലവിൽ അത് പറയുന്നത് 30% ആളുകൾ മീൻസ് പേഷ്യൻസുകൾ ഉള്ള ഒരു ഹോസ്പിറ്റലിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ക്വാളിറ്റി കെയർ ചെക്ക് ചെയ്യാനും അതുവഴി അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആവുകയും ചെയ്യും. ക്ലിയർ ആയി പറഞ്ഞത് ഇതാണ് കേട്ടോ. The hospital has the minimum volume of patients which will evaluate the quality of care given to the patients, which is presently 30%. കേട്ടോ. ഓക്കെ, അടുത്തത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. The organization that commits to abide by NABH standards and applicable legal, statutory or regulatory requirements. അതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ കൃത്യമായിട്ടുള്ള NABH സ്റ്റാൻഡേർഡുകളും അതുപോലെ തന്നെ ലീഗൽ, സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി ആവശ്യകതകൾ, അത്തരം റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്ന ഓർഗനൈസേഷനുകൾക്ക് മാത്രമേ അക്രഡിറ്റേഷന് എലിജിബിൾ ആവുള്ളൂ.
മനസ്സിലായോ? എന്നിട്ട് തോന്നിയോണ രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് പറ്റില്ല. കൃത്യമായിട്ട് NABH സ്റ്റാൻഡേർഡുകൾ അവർ ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി അല്ലെ, ഈ പറയുന്ന റെഗുലേറ്ററി ലോകൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സുകളെല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. The organization that commits to abide, abide എന്ന് വെച്ചാൽ പാലിക്കുക കേട്ടോ. Abide means പാലിക്കുക. Abide by NABH standards and applicable legal, statutory, regulatory requirements. അങ്ങനെയുള്ളവരെ മാത്രമേ നമുക്ക് അക്രഡിറ്റേഷന് എലിജിബിൾ ആക്കാനായിട്ട് സാധിക്കൂ. ഓക്കെ, പിന്നെ അടുത്തത് നോക്കിക്കേ. The health care organization should have implemented NABH standards in the HCO for a minimum of 3 months. ആ മിനിമം ഓഫ് 3 months എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. അതായത് ഈ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് കുറഞ്ഞത് ഒരു 3 മാസമെങ്കിലും NABH സ്റ്റാൻഡേർഡിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം എന്ന് വെച്ചാല് നടപ്പിലാക്കിയിരിക്കണം. എത്രയാണ് പറയുന്നത്? കുറഞ്ഞതാണ് പറയുന്നത്. കുറഞ്ഞൊരു 3 മാസമെങ്കിലും NABH സ്റ്റാൻഡേർഡിൽ നടപ്പിലാക്കിയിട്ടുള്ള ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിട്ടുള്ളൂ. ക്ലിയർ ആയോ? എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? 50 ബെഡിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അവർ SHCO സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യണം. 50 ബെഡുകളിൽ കൂടുതലുള്ളതാണെങ്കിലോ അത് HCO സ്റ്റാൻഡേർഡുകൾ, 2 വ്യത്യസ്തമായ സ്റ്റാൻഡേർഡുകളായിരിക്കാം. അത് HCO സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യണം. അത് ഒരു എലിജിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് എങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ നിലവിൽ ഒരു 30% പേഷ്യൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു NABH സ്റ്റാൻഡേർഡുകളും അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളെല്ലാം മീറ്റ് ചെയ്യുന്ന, കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനുകൾക്ക് മാത്രമേ അക്രഡിറ്റേഷന് എലിജിബിലിറ്റി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എന്താണ് പറയുന്നത്? NABH സ്റ്റാൻഡേർഡിൽ കുറഞ്ഞത് 3 മാസമെങ്കിലും നടപ്പിലാക്കിയിരിക്കണം. അങ്ങനെ നടപ്പിലാക്കിയിട്ടുള്ള ഓർഗനൈസേഷന് എന്തിന് അപ്ലൈ ചെയ്യാം? അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യാം. ക്ലിയർ ആണല്ലോ? വേണു പിന്നെന്താ പറയുന്നത്? ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന 4 സ്റ്റാൻഡേർഡുകൾ. ഇനി നോക്കിയേ, ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ ടു ബി യൂസ്ഡ് ബൈ ദ ഹോൾ ഓർഗനൈസേഷൻ, നോട്ട് ഫോർ എ സർട്ടൻ സർവീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഇനി ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഹോസ്പിറ്റൽ, മീൻസ് ആ ഒരു ഹോസ്പിറ്റലിൽ മൊത്തം പാലിക്കേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്. അല്ലാണ്ട് ഹോസ്പിറ്റലിലെ ഏതെങ്കിലും 1-2 ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ 1-2 സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം പാലിച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമല്ല കേട്ടോ. ആ ഒരു ഹോസ്പിറ്റൽ മൊത്തമായിട്ട് പാലിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിൽ മൊത്തമായിട്ട് ഈ സ്റ്റാൻഡേർഡുകളൊന്നും പാലിക്കുന്നില്ല, പക്ഷെ 1-2 ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഈ സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ പേര് പറഞ്ഞ് നമുക്ക് അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്ത് വേണം? ആ ഹോസ്പിറ്റൽ മൊത്തമായിട്ട് തന്നെ അവിടെയുള്ള പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എസ് എ ഹോൾ മൊത്തമായിട്ട് തന്നെ ആ സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യും കേട്ടോ. അതാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റാൻഡേർഡ്സ് ആർ ടു ബി യൂസ്ഡ് ബൈ ദ ഹോൾ ഓർഗനൈസേഷൻ ആൻഡ് നോട്ട് ഫോർ എ സർട്ടൻ സർവീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഓക്കെ, എന്താ പറയുന്നത്? ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് മൾട്ടിപ്പിൾ സർവീസസ് and the standards are equally applicable to the all services within the healthcare organization. ഇപ്പൊ പറഞ്ഞ കാര്യമാണ് അല്ലെ. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് മൾട്ടിപ്പിൾ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഒരുപാട് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും എല്ലാ സർവീസുകൾക്കും ഒരുപോലെ ബാധകമാണ് കേട്ടോ. 1-2 സർവീസുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ക്ലിയർ ആണോ? ഇതോടുകൂടിയിട്ട് നമ്മുടെ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. എന്നെ നോക്കിക്കേ, ഒരു NABH സർട്ടിഫിക്കേഷന്റെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡലാണ് നിങ്ങൾക്ക് ഇവിടെ തന്നെ. ജസ്റ്റ് ഒന്ന് കാണാൻ, ഇത്രയും പഠിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ക്വാളിറ്റി അഷ്വറൻസിനെ പറ്റിയാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇതിന് നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ പറയുന്നത്. ഫസ്റ്റ് നോക്കിയേ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ. NABHന്റെ ഫുൾ ഫോം ആണ് ഇത്. ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താണത്? കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് എന്ത് കൊടുക്കുന്ന അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോഡിയാണ് അല്ലെ. NABH സർട്ടിഫിക്കറ്റ് ആണ്. ഏത് ഹോസ്പിറ്റലിൽ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണെന്ന് നോക്കിക്കേ, മംഗള ഹോസ്പിറ്റൽ ആൻഡ് മംഗള കിഡ്നി ഫൗണ്ടേഷൻ, മജ്ര ഹിൽസ്
കദ്രി റോഡ് മംഗളൂരു കേട്ടോ. മംഗളൂരു ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ഒരു മോഡൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പറയുന്ന അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പല പല ലെവലുകളുണ്ട്. നമ്മള് കോളേജിലാണെങ്കിലും നാക് അക്രഡിറ്റഡ് A, B, C അങ്ങനെ പല പല ഗ്രേഡുകളുണ്ട്. നാക് A ഗ്രേഡ് ഒന്നും കിട്ടണമെന്നൊന്നുമില്ല. ചില പ്രത്യേക സ്റ്റാൻഡേർഡുകൾ ഒരു ഇതുണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. ഇത്ര സ്റ്റാൻഡേർഡുകൾ കിട്ടിയത് അതിനനുസരിച്ചുള്ള ഗ്രേഡ്. കൂടുതൽ സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യുന്നതിനനുസരിച്ച്, സാറ്റിസ്ഫൈ ചെയ്യുന്നതിനനുസരിച്ച് ഗ്രേഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇവർക്ക് കൊടുത്തേക്കുന്നത് പ്രീ അക്രഡിറ്റേഷൻ കൊടുത്തേക്കാണ്. പ്രീ അക്രഡിറ്റേഷൻ ആണ് ഇവർക്ക് കൊടുത്തിരുന്നത്. ഏരോ പോയിരിക്കുന്നത് പ്രീ അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. എൻട്രി ലെവൽ ആണ്, എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ആണ് ഇവർക്ക് കിട്ടിയത്. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോയാലാണ് ഈ പറയുന്ന പ്രോഗ്രസീവ് ലെവൽ പ്രീ അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അതിനുശേഷമാണ് ഫൈനൽ അക്രഡിറ്റേഷൻ എന്നതിലേക്ക് എത്തുന്നത്. നിലവിൽ ഈ ഒരു ഹോസ്പിറ്റലിന് കൊടുത്തേക്കുന്നത് പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്? ഹാസ് ബീൻ, അതായത് ഈ ഒരു ഹോസ്പിറ്റൽ ഹാസ് ബീൻ ആക്സസ്ഡ് ആൻഡ് ഫൗണ്ട് ടു കംപ്ലൈ വിത്ത് NABH പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ ഹോസ്പിറ്റൽ റിക്വയർമെന്റ്സ്. This certificate is valid for the scope as specified in the annexure, subject to the continued compliance with the entry level requirements. ഇതൊരു മോഡൽ ആണ്. എങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ നമുക്ക് കൊടുക്കുന്നത്, അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഈ രീതിയിലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായോ ചാപ്റ്റർ? ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH കുഴപ്പമില്ലല്ലോ, പഠിച്ചതിന് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ശരി. അപ്പൊ നമുക്ക് നിങ്ങളുടെ അനുവാദം എടുത്തിട്ടാണ്, നിങ്ങളുടെ പെർമിഷനോട് കൂടി തന്നെ ഞാൻ അടുത്ത ചാപ്റ്റർ ഞാൻ പറഞ്ഞിരുന്നു. ഇത് ഈ ഒരു ചാപ്റ്ററുടെ കണക്ഷൻ അല്ല, ഒരു ചാപ്റ്റർ ഉണ്ട് ക്വാളിറ്റി മാനേജ്മെന്റ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എടുത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ 4ാമത്തെ മൊഡ്യൂളിൽ ഈ ഒരു ചാപ്റ്ററുടെ കണക്ഷൻ തന്നെ വരുന്ന വലിയൊരു ചാപ്റ്റർ ആണ്. കാണും, വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. കുറച്ച് ഡ്രൈ ആയിരിക്കും, പക്ഷെ എന്താ ഞാനത് എടുക്കാൻ കാരണം വെച്ചാൽ ഇത് പഠിച്ചിട്ട് അത് പഠിക്കുമ്പോഴേ കുറച്ചും കൂടെ ഒരു കണക്ഷൻ കിട്ടും നമുക്ക്. ഇത് പഠിച്ച് വേറെ കുറെ ചാപ്റ്ററുകളൊക്കെ എടുത്ത് പിന്നെ അതിലോട്ട് പോകുമ്പോ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടാൻ നല്ലതായിരിക്കും എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കുന്നത് കേട്ടോ. ആരും ചിന്തിക്കേണ്ട. അപ്പൊ ഞാൻ 4th മൊഡ്യൂളിലെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ നോക്കി പറഞ്ഞിരുന്നു. വേണ്ടില്ല. ഓക്കെ, തുടങ്ങാം. അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങട്ടെ. അപ്പൊ ക്വാളിറ്റി അഷ്വറൻസിന്റെ ഒരു ബന്ധുവായിട്ട് വരും ഈ ഒരു ചാപ്റ്റർ കേട്ടോ, റിലേറ്റീവ് ആയിട്ട് വരും. ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. നിങ്ങളുടെ എത്രയാണ് ചാപ്റ്റർ? ചാപ്റ്റർ നമ്പർ 7 തന്നെയാണോ? മൊഡ്യൂൾ 4 എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം. ചിലപ്പോ കുറച്ച് കഴിയുമ്പോഴാവും ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു വരുന്നത്. അപ്പൊ 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് 7ാമത്തെ കേട്ടോ. ചാപ്റ്റർ നമ്പർ 7 ക്വാളിറ്റി മാനേജ്മെന്റ്. തുടങ്ങാല്ലേ? ഓക്കെ, അത് അവിടെ പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല തോന്നും. നോക്കാം. ആദ്യം തന്നെ വീണ്ടും വരുന്നു. വാട്ട് ഈസ് ക്വാളിറ്റി? എന്താണ് ക്വാളിറ്റി? പറഞ്ഞു മടുത്തു. എന്താണ് ക്വാളിറ്റി? പറയും. നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് പഠിച്ചില്ലേ? അതിനകത്ത് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പഠിച്ചത് ഓർമ്മയുണ്ടാ? ഫസ്റ്റ് പേജിൽ പഠിച്ചില്ലേ നമ്മള്? എന്താ അവിടെ പറഞ്ഞത്? ഇത് ക്വാളിറ്റി അഷ്വറൻസിൽ പറഞ്ഞൊരു ഭാഗമാണ് ഞാൻ എടുത്ത് കാണിക്കാൻ കേട്ടോ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താ നമ്മൾ അവിടെ പറഞ്ഞത്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് centered on the principle that every member of staff should be committed to keeping high standards of work in every aspect of the hospital operation. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളിലെ എല്ലാ മേഖലയിലും
ആണെങ്കിലും അവിടുത്തെ ഓരോരോ സ്റ്റാഫുകളും കമ്മിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവര് ഹൈ സ്റ്റാൻഡേർഡ്, ഉയർന്ന നിലവാരം അവര് പുലർത്തും എന്നുള്ള ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റിനെയാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അവർ അത്രയും കമ്മിറ്റഡ് ആയിട്ട്, അത്രയും എന്താണ് പ്രതിജ്ഞാബദ്ധരായിട്ട് തന്നെ ഏറ്റവും ഉയർന്ന നിലവാരം അവരുടെ ആ ഒരു സർവീസിൽ അവര് കൊടുക്കും, പ്രൊവൈഡ് ചെയ്യും എന്നൊരു തത്വം അല്ലെ, എന്നൊരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റിനെയാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇത്, ക്വാളിറ്റി മാനേജ്മെന്റും അത് തന്നെയാണ്. അതായത് ഇതിന്റെയൊക്കെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കായിരിക്കും? ബെനിഫിറ്റ് കിട്ടുന്നത് പേഷ്യൻസിനായിരിക്കും അല്ലെ. അവർ അത്രയും കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോ എന്താണ്, നമുക്ക് അത്രയും ബെനിഫിറ്റ് അവിടെ കിട്ടും പേഷ്യൻസിനെ സംബന്ധിച്ച്. പിന്നെ മാത്രമല്ല, ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്, നമ്മളിപ്പോ ഹെൽത്ത് കെയർ ഫീൽഡിനെ റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്, പക്ഷെ ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അവർ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സേവനങ്ങളായിക്കോട്ടെ, അത് ഈ പറയുന്ന ആളുകളുടെ ആവശ്യകതകൾ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്ന തരത്തിലായിട്ടുള്ള അവർക്ക് വേണ്ട സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ അതിനെയാണ് ഈ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് കേട്ടോ. അപ്പൊ അതാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇതിനകത്ത് നമ്മളവിടെ NABH പഠിച്ചില്ലേ, ആ സെയിം NABH തന്നെ ഈ ചാപ്റ്ററിനകത്ത് സെയിം കാര്യങ്ങൾ തന്നെ ഇതിനകത്ത്. പിന്നെ നമ്മളവിടെ JCA പഠിച്ചത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, ഒരു വേൾഡ് വൈഡ് അക്രഡിറ്റേഷൻ ബോഡി. അതിനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നു. അപ്പൊ നമ്മൾ പഠിക്കുന്നത് നമുക്ക് NABH കിട്ടും. JCA അവിടെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എന്താണ് JCA എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ, പക്ഷെ ഇവിടെ JCA അക്രഡിറ്റേഷനെ പറ്റിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പഠിച്ചില്ലേ, സെയിം കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അതിന്റെ ഫോർമുലകളാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോർമുല മാത്രം പഠിച്ചാൽ പോകുന്നത്. ഓക്കെ, ആ ഒരു കാരണം കൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ എടുത്തത് കേട്ടോ. വേറൊരു ചാപ്റ്റർ കൂടെ അവിടെ എടുക്കാനുണ്ട്, അതിനെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത് കേട്ടോ. അപ്പൊ നോക്കാം, വാട്ട് ഈസ് ക്വാളിറ്റി, എന്താണ് ക്വാളിറ്റി? ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം അല്ലെ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ദ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെ. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങള്, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള, അതിനനുസൃതമായിക്കൊണ്ടുള്ള ആ ഒരു വ്യാപ്തി അല്ലെ, എത്രത്തോളം പറഞ്ഞാൽ പേഷ്യൻസിന്റെ ആവശ്യകതകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എത്രത്തോളം പാലിക്കുന്നുണ്ട്, ആ പാലിക്കുന്നതിന്റെ അളവ്, ആ വ്യാപ്തിയെയാണ് നമ്മൾ ക്വാളിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. കുറച്ച് ഭയങ്കര ആധികാരികമായിട്ടാണ് പറഞ്ഞത്, ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞത് കേട്ടോ. ബട്ട് ഇസ് ക്വാളിറ്റി നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ് അല്ലെ. അതായത് ഒരു സാധാരണക്കാരനെ പറ്റി നമുക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് എന്താ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധാരണക്കാരനെ പറ്റിയിട്ട് ഒരു സാധനം എത്രത്തോളം നല്ലതാണ്, അതാണ് അവരുടെ ക്വാളിറ്റി അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പറയും, സാധനം എത്രത്തോളം, പ്രോഡക്റ്റ് ആവാം, സാധനം നല്ല ഒരു പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കാം, അത് എത്രത്തോളം നല്ലതാണ് എന്നതിനെയാണ് അവർ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് പറ്റുന്ന ഡെഫിനേഷൻ ഇതാണ്. ഓക്കെ, പിന്നെന്താണ്? ദിസ് ക്യാൻ ബി എ സർവീസ് ഓർ എ പ്രോഡക്റ്റ്. ഇതെന്ന് പറഞ്ഞ ഒരു സർവീസ് ആവാൻ ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ സാധാരണ ക്വാളിറ്റി ഒരു പ്രോഡക്റ്റ് വെച്ച് നമ്മൾ പറയാം, അല്ലെങ്കിൽ ഒരു സർവീസിന് നമ്മൾ ക്വാളിറ്റി പറയാറുണ്ട് അല്ലെ. ഒരു എക്സാമ്പിൾ പോലെ അവിടെ കൊടുത്തേക്കാണ്, ഇതൊന്നും പഠിക്കാനൊന്നും മനസ്സിലാക്കുന്നുണ്ടോ. ദിസ് ക്യാൻ ബി എ സർവീസ്, എക്സാമ്പിൾ കാന്റീൻ സർവീസ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ച്. ഇപ്പൊ നമ്മളൊരു സർവീസ്, ഫോർ എക്സാമ്പിൾ ഒരു കാന്റീൻ സർവീസ് നമ്മൾ പറയാണ്, ആ സർവീസ് നല്ല ക്വാളിറ്റി ഉള്ള കാന്റീൻ സർവീസ് ആണ് അവിടുത്തെ എന്നുള്ള അങ്ങനെ നമ്മൾ പറയും. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മളത് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ കാരണം എന്തായിരിക്കാം? പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവിടുത്തെ ഭക്ഷണം നല്ലതായിരിക്കും അല്ലെ, വളരെ എന്താ പറയാ ഹൈജീനിക് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയാ വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കാം പക്ഷെ അവിടെ ഭക്ഷണങ്ങളൊക്കെ അവർ സെർവ് ചെയ്യുന്നത്. പിന്നെ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി കീപ്പ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അവിടുത്തെ ആളുകൾ നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പറയുന്ന ആ ഒരു സർവീസ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് ആണ്, നമ്മൾ അതുകൊണ്ടായിരിക്കും പറയുന്നത്. ഇനി ഒരു പ്രോഡക്റ്റ് ആണെങ്കിലോ, ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. എന്തുകൊണ്ടായിരിക്കാം? അത് നമ്മുടെ ആവശ്യങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നോ അതത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നത്. മനസ്സിലായോ? അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നോക്കിക്കേ, എ പേഴ്സൺസ് ജഡ്ജ്മെന്റ് about a service or a product relies on what he hopes for it from it.
ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് അവിടെ എത്തിക്കുന്നത് കേട്ടോ. എ പേഴ്സൺസ് ജഡ്ജ്മെന്റ് അബൌട്ട് എ സർവീസ് ഓർ എ പ്രോഡക്റ്റ് റിലേറ്റ്സ് ഓൺ വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ്. അതായത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് ആയിക്കോട്ടെ, ഒരു സേവനമായിക്കോട്ടെ, നമ്മൾ അതിനെ പറ്റിയുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ആ വ്യക്തി അതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കാര്യം മനസ്സിലായോ? അതായത് ഒരു പ്രോഡക്റ്റ്, ഒരു സർവീസ് വളരെ ക്വാളിറ്റി ഉള്ളതാണ്, അതിനെപ്പറ്റി ഒരു നല്ല അഭിപ്രായം ഒരു വ്യക്തി പറയുന്നത് അയാൾ എന്താണോ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ്. ഞാൻ പറയാണ്, ഞാനിപ്പോ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങാണ്, ഇന്ന് ഞാൻ പറയണം ആ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതെന്തുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും? ഞാനത് അത് വാങ്ങുന്ന സമയത്ത് എനിക്ക് ചില പ്രതീക്ഷകളുണ്ട്, അല്ലെങ്കിൽ എന്റെ ചില ആവശ്യകതകളുണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ആ പ്രോഡക്റ്റ്, അതാണ് ഞാനത് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയുന്നത്. എന്ന് കരുതിയിട്ട് എന്റെ സെയിം അഭിപ്രായമായിരിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവാം. അല്ല, നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ടാണ് എനിക്കത് ക്വാളിറ്റി ഉള്ളതാണ്. അതേസമയം ഇപ്പൊ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അതിന് പ്രതീക്ഷിക്കുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാനായിട്ട്. മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഒരു പ്രോഡക്റ്റ്, ഒരു സർവീസിനെ പറ്റിയുള്ള ഒരാളുടെ ജഡ്ജ്മെന്റ് ഇതിനെ ആശ്രയിച്ചിരിക്കും. അയാൾ അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അയാൾ അതിൽ നിന്നും എന്താണ് ആവശ്യം ഉദ്ദേശിക്കുന്നത് അതിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കും കേട്ടോ. ജനറലൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ പറയുന്നില്ല. Some of the words used to explain the quality പറയാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ചില വാക്കുകൾ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ് അറിയാറില്ലേ? ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഡ്യൂറബിൾ ആണെന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ്ലി എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലെ. ഡ്യൂറബിൾ ആണെന്ന് പറയാം, നല്ല കാലാവധിയുള്ള സാധനമാണ്, വളരെ ഡ്യൂറബിൾ ആണ്, കുറെ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെരുപ്പൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെ, നിലവാരങ്ങൾ, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതാണ് എന്നൊക്കെ നമ്മൾ പറയാം. അതുപോലെ ഹെൽത്തി ആണ്. ഇപ്പൊ ഫുഡ് ആണെങ്കിൽ നമ്മൾ പറയാമല്ലേ ഹെൽത്തി ഫുഡാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ക്വാളിറ്റിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ. പിന്നെ വാല്യൂ ഫോർ മണി, ഇതൊക്കെ നമ്മൾ സാധാരണക്കാർ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. നമ്മൾ കൊടുത്ത പൈസക്ക് മുതലാക്കാം, കുഴപ്പമില്ല, കൊടുത്ത പൈസക്ക് ഉള്ളതുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതായത് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് ആ പൈസക്ക് അത് വാല്യൂ ഉണ്ട്. ഓക്കെ. ഇതൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തിനെ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ക്വാളിറ്റിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അതൊന്നുമില്ല, ജനറൽ ആയിട്ട് ക്വാളിറ്റി എന്താണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നോക്കാം. Though the different words are used to describe the quality, we would describe it as the extent to which a product or service contains a person or a group. സെയിം കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. ക്വാളിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ വാക്കുകളൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പേഴ്സണെ എത്രത്തോളം അത് സംതൃപ്തമാക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ക്വാളിറ്റി പറയുന്നത് കേട്ടോ. That is how much satisfaction the person receives from the service. ഒരു പ്രോഡക്റ്റിൽ നിന്ന്, ഒരു സർവീസിൽ നിന്ന് അവർ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി പറയുന്നത്. ഇതിനെയാണ് ആധികാരികമായിട്ട് ക്വാളിറ്റി അഷുറൻസ് ചാപ്റ്ററിനകത്ത് എങ്ങനെ പറഞ്ഞത്? ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഇസ് ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ടു ദ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ സെന്റൻസിൽ പറഞ്ഞ സംഭവമാണിത്. അത് സിമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ആളുകളുടെ ആവശ്യകതകൾ തൃപ്തിപ്പെടുത്താനായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച എല്ലാ സ്റ്റാൻഡേർഡുകളും കീപ്പ് ചെയ്യുന്നതിന്റെ ആ വ്യാപ്തിനെയാണ് ക്വാളിറ്റി. അത് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞു കേട്ടോ. മനസ്സിലായല്ലോ ക്വാളിറ്റി എന്താന്നുള്ളത്? ഇനി അടുത്തത് കേട്ടോ, നെക്സ്റ്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? ഇനി നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്ന ജനറൽ ടേം നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് കെയർ, എന്താണ് ഗുണനിലവാരമുള്ള പരിചരണം. നമ്മളിപ്പോ കുറെ ചാപ്റ്ററിലായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അല്ലെ, ക്വാളിറ്റി ഓഫ് കെയർ, ക്വാളിറ്റി കെയർ, ക്വാളിറ്റി കെയർ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗുണമേന്മയുള്ള പരിചരണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നോക്കിക്കേ. When we say the quality of care, we mean health care activities that we in the medical, nursing, laboratory fields, etc. execute daily to benefit our patients without causing harm to them.
എന്താണ് പറയുന്നത്? നമ്മളിപ്പോ ഒരു ക്വാളിറ്റി കെയർ നമ്മൾ പൊതുവെ പറയാറുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് മെഡിക്കൽ, നമ്മൾ ഹെൽത്ത് കെയർ ആയിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് ക്വാളിറ്റി ഓഫ് കെയർ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് മെഡിക്കൽ, അതുപോലെ തന്നെ നഴ്സിംഗ്, ലബോറട്ടറി എന്നിങ്ങനെയുള്ള 3 ഫീൽഡുകളുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള 3 ഫീൽഡുകളിൽ, 3 മേഖലകളിലുള്ള ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങള് പേഷ്യൻസിന് ഏറ്റവും പ്രയോജനകരമാവുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ അവർക്ക് ഒട്ടും ദോഷകരമല്ലാത്ത രീതിയിൽ ഡെയിലി നടപ്പിലാക്കുന്നതിനെയാണ് ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? ഇതൊക്കെയാണ് മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി. എന്തായാലും മൊത്തത്തിൽ ഒരു ഹോസ്പിറ്റൽ ആയി കഴിഞ്ഞു അല്ലെ. അങ്ങനെ ഈ 3 മേഖലകളിലുള്ള ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങൾ രോഗികൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ, അവർക്ക് ഏറ്റവും പ്രയോജനകരമാവുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ അവർക്ക് എന്ത് വരാൻ പാടില്ല? യാതൊരു വിധത്തിലും ദോഷങ്ങൾ വരാനായിട്ട് പാടില്ല. ആ രീതിയിൽ നമ്മൾ ഡെയിലി എന്ന രീതിയിൽ നമ്മൾ നടപ്പിലാക്കുന്നതിനെയാണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെയിലി നടപ്പിലാക്കണം എന്ന് പറയുന്നത് വേറൊരു കാര്യമുണ്ട്. കുറച്ച് നാള് ക്വാളിറ്റി കെയർ കൊടുത്തു, പിന്നെ കുറച്ച് നാൾ കൊടുത്തില്ലെങ്കിൽ അത് മോശമാണ് അല്ലെ. ഡെയിലി ഇന്നും ഒരു കൺസിസ്റ്റൻസി അതിനകത്ത് കീപ്പ് ചെയ്യുന്നു. ഓക്കെ അത് അത്രയേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ ക്ലാസ് അവസാനിപ്പിക്കാം. 2:30 ആയിട്ടുണ്ട്. നാളെ കാണാം കേട്ടോ. നമുക്ക് ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. ഇതല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞു. മിസ്സേ, ഓ ഈ 3ാമത്തെ മൊഡ്യൂളത്തെ ഇപ്പത്തെ എടുത്തിരുന്ന ക്വാളിറ്റി അഷുറൻസ് ഇല്ലേ, അതിൽ ഈ MRD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ചേച്ചോ? MRD ആണോ? MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഇതിലും അങ്ങനെ തന്നെയാണല്ലോ വരുന്നത് MRD? അതെ അത് മാറ്റില്ല കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അപ്പൊ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിന് പറയുന്നത് കേട്ടോ. ഈ HRM-ന്റെ 2ാമത്തെ പോയിന്റ് ഒന്ന് പറയോ? HRM-ന്റെ 2ാമത്തെ പോയിന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് കേട്ടോ. അതിനകത്ത് വരുന്ന 2ാമത്തെ പോയിന്റ് എംപ്ലോയി ആട്രീഷൻ റേറ്റ്. ആട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊഴിഞ്ഞുപോക്ക് എന്നുള്ള അർത്ഥം. എന്ന് വെച്ചാലേ ജോലി മതിയാക്കി പോകുന്ന ആളുകൾ ഉണ്ടാവില്ല. അതായത് നമ്മള് ജോലി വേണ്ട, ചിലപ്പോൾ അവിടുത്തെ തൊഴിലന്തരീക്ഷം സുഖം ഉണ്ടാവില്ല, വേണ്ടത്ര സാലറി ഉണ്ടാവില്ല, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവരുടെ നിരക്കാണ് കേട്ടോ. ചില ആളുകൾ ജോലിക്ക് കയറുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. എന്ന് വെച്ചാൽ പല പ്രശ്നങ്ങൾ കൊണ്ട് ജോലി വേണ്ടാതെ മതിയാക്കി പോകുന്നവരുണ്ടാവും. ചിലപ്പോൾ വർക്ക് ലോഡ് കൂടുതലായിരിക്കാം, ചെയ്യുന്ന വർക്കിന് വേണ്ടത്ര വേതനം കിട്ടുന്നുണ്ടാവില്ല, സാലറി കൊടുക്കുന്നുണ്ടാവില്ല, മറ്റെന്തെങ്കിലും വർക്ക് പ്രഷർ വരാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ചിലർക്ക് ജോലി വേണ്ടാന്ന് വെച്ചിട്ട് പോകും. അങ്ങനെയുള്ളതാണ് അട്രിഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്ന ആളുകളുടെ ശതമാനം. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്കത് ഇനി ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ക്ലാസ്സിൽ ഇരിക്കുന്നവരാണെങ്കിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. കുറച്ച് ഡ്രൈ ആണ്, ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും പറഞ്ഞു കേൾപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശരി, നമുക്ക് ഒരുപാട് ടൈം അതിൽ നിന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഒരു ചാപ്റ്റർ ആണ്, ഇതിന് ശേഷം നമുക്ക് ചാപ്റ്ററിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ ശരി കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ചെയ്യും. ശരിയാണ്, നാളെ കാണാം കേട്ടോ. താങ്ക് യു.